അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് റമദാൻ 3 ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് ദിനം. ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എൻ്റെ ഒരു ഭാഗം കൂടിയാണെന്നുള്ളത്. നബിയുടെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുണ്ട്. നബിയുടെ ഒരു പകർപ്പ് തന്നെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഒരു പാട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമ്മൾ അത്രത്തോളം ബഹുമാനിക്കണം. ഇന്ന് അവരുടെ വഫാത്ത് ദിനം, അതായത് ആണ്ട് ദിനം. സ്വലാത്തുൽ ഫാത്തിമിയ എന്നൊരു സ്വലാത്തുണ്ട്. അത് നമ്മൾ പലപ്പോഴും ചെല്ലുന്നതാണ്. അതായത് ആ സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പേരുള്ള, അതായത് പേര് കൊണ്ട് അത്രയും വിശേഷപ്പെട്ട ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടം വീടാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോക്കാനും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്നൊരു സ്വലാത്താണ്. സോ ആ സ്വലാത്ത് നമ്മൾ ഇന്ന് ധാരാളം ചെല്ലുക എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ആണ്ട് ദിനമാണല്ലോ. അപ്പോൾ ആ ഫാത്തിമിയ സ്വലാത്ത് നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദിയ ചെയ്യുക. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പേരിലും, അതായത് ആ സ്വലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലൈ നൂരി വാഹിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെ പേരിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതായത് ഗുണം ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സ്വലാത്ത് നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. അത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സ്വലാത്തിൽ ഫാത്തിമിയ ആവട്ടെ. നമ്മൾ എന്തായാലും 1000 സ്വലാത്ത് ദിവസം ചൊല്ലാനായിട്ട് കരുതിയിട്ടുണ്ടല്ലോ ഇസ്ലാമിക് ചലഞ്ചിൽ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം സാധാരണ ചൊല്ലിക്കൊണ്ടിരുന്നത് 500 ഫാത്തിമിയ സ്വലാത്തും 500 സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തായിരുന്നു. ഇന്ന് സ്വലാത്തുൽ ഫാത്തിമിയ 1000 തവണ ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തീൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക. നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു അവരുടെ കൂടിയായിരിക്കും സ്വർഗത്തിൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നു, അതായത് അവരുടെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഫാത്തിമ റളിയല്ലാഹുവിൻ്റെയും കൂടെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും. നമ്മളുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.